Hello everyone, welcome back. In this video, we are discussing about the best course after plus 2 computer science. Plus 2 ൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ കോഴ്സുകളെ പറ്റിയിട്ടും ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓരോ കോഴ്സിനെ പറ്റി ഡെപ്തായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം മണിക്കൂറുകൾ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയി പഠിച്ച് മനസ്സിലാക്കി നല്ല വശവും ചീത്ത വശവും ഭാവിയിൽ എത്രമാത്രം സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കോഴ്സിൻ്റെ കാലയളവ്, അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കോഴ്സ് സെലക്ട് ചെയ്യാം. എടുത്തു ചാടി തീരുമാനം എടുക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെയല്ലോ വാട്ട് ആർ ദി ബെസ്റ്റ് കോഴ്സ് ആഫ്റ്റർ പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസ് എന്ന്. നമ്പർ 1 നോക്കുകയാണെങ്കിൽ ബിടെക് ആണ്, എഞ്ചിനീയറിംഗ്. ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്നത്. സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം ഡിമാൻഡും അതുപോലെ തന്നെ സാധ്യതകൾ നിറഞ്ഞതാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതൊരു മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിനോടാണ് താല്പര്യം, ഈ പറഞ്ഞ പോലെ പെട്രോളിയം, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ഇൻഫോർമേഷൻ ടെക്നോളജി, IT, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഗെയിം ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്, ബിഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ്, ബിടെക് ഇൻ VR ആൻഡ് AR, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ഡിജിറ്റൽ ഫോറൻസിക്, നിരവധി ബ്രാഞ്ചസ് ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗിലുണ്ട്. നിങ്ങൾക്ക് ഏതിനോടാണ് താല്പര്യം അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഞാൻ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ട് മുമ്പ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ച് ഈ ഒരു വീഡിയോയിലേക്ക് വരാം. രണ്ടാമത്തെ നമ്പർ 2 BCA, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പ്ലസ് 2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് ഫ്യൂച്ചറിൽ IT മേഖലയിൽ സ്കെയിലപ്പ് ആകണം എന്ന് വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, BCA എടുത്ത് പഠിക്കാം. ഇത് ഏകദേശം 3 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. സാധ്യതകൾ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. IT മേഖല ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഡിമാൻഡ് അതുപോലെ തന്നെ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ BCAൻ്റെ കൂടെ ആഡ് ഓൺ പ്രോഗ്രാമായിട്ട് AI ആൻഡ് മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഈ പറഞ്ഞ നിരവധി കോഴ്സസ് അല്ലെങ്കിൽ ആഡ് ഓൺ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ BCAക്കൊപ്പം എടുത്ത് പഠിക്കാൻ പറ്റിയ ആഡ് ഓൺ പ്രോഗ്രാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI ആൻഡ് ML, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, VR, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, റോബോട്ടിക്സ്, ഇതെല്ലാമാണ് മെയിൻ ആയിട്ടുള്ള ആഡ് ഓൺ പ്രോഗ്രാംസ്. BCAനെ പറ്റിയിട്ട് ഞാൻ മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കാണാം. അടുത്തത് നമ്പർ 3 BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഇത് ഏകദേശം 3 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++, ജാവ, പൈത്തൺ, അതുപോലെ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്റ്റഡീസാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BSc കമ്പ്യൂട്ടർ സയൻസിൽ വരുന്നത്. BScൻ്റെ കൂടെ ആഡ് ഓൺ പ്രോഗ്രാംസും ഈ പറഞ്ഞ പോലെ അവൈലബിൾ ആണ് കേട്ടോ. വളരെയധികം സാധ്യത നിറഞ്ഞതാണ് BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്. പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചിട്ട് അവർക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് BSc പ്രോഗ്രാംസ് ഏതൊക്കെയെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. BSc ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി IT, BSc ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSc ഇൻ ഡാറ്റ സയൻസ്, BSc ഇൻ സൈബർ സെക്യൂരിറ്റി, BSc ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, BSc സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, BSc ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, BSc റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, BSc ഗെയിം ഡെവലപ്മെന്റ്, BSc VR ആൻഡ് AR, BSc IT ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, BSc ഇൻ ഇ-കോമേഴ്സ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, BSc in animation multimedia, BSc graphic and web design, BSc computer hardware and network, BSc in embedded system. ഇത്തരം BSc പ്രോഗ്രാംസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻസ് ആണ് കേട്ടോ. അടുത്തത് നമ്പർ 4 BPharm, ബാച്ചുലർ ഓഫ് ഫാർമസി. ഇത് ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. മെയിനായിട്ട് മെഡിസിൻസിന് പറ്റിയിട്ടും അതിൻ്റെ യൂസസ്, എഫക്ട്സ്, അതുപോലെ തന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെ ഈ മരുന്ന് എഫക്ട്സ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സാധ്യതകൾ പറ്റി പറയും വളരെയധികം സാധ്യത നിറഞ്ഞാണ് ഇപ്പോൾ ഈ പറഞ്ഞ BPharm പറയുന്ന കോഴ്സ്. ഞാൻ BPharmനെ പറ്റിയിട്ട് മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണുക. നമ്പർ 5 GNM, ജനറൽ നഴ്സിംഗ്. ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഏകദേശം 3 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. പ്ലസ് 2 ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്ത് പഠിച്ചത്. അപ്പോൾ എനിക്ക് മെഡിക്കൽ മേഖലയിലേക്ക് പോകണം അല്ലെങ്കിൽ നഴ്സായിട്ട് ജോലി ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ GNMന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് BSc കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെയിം വാല്യൂ ഓഫ് സർട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാനും സാധിക്കും. വളരെയധികം സാധ്യതകളും ഡിമാൻഡ് നിറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ GNM. ഇതെല്ലാമാണ് പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻസ്. ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കോഴ്സിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചു, അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി ഫ്യൂച്ചറിൽ സ്കെയിലപ്പ് ആകണം എന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കോഴ്സിൽ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഹ്യൂമാനിറ്റീസിന് പറ്റിയിട്ടും കോമേഴ്സിനെ പറ്റിയിട്ടും
മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോമേഴ്സ് സ്റ്റുഡൻസിനും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും എടുത്ത് പഠിക്കാൻ പറ്റിയ കോഴ്സിനെ പറ്റിയിട്ട്. നിങ്ങൾ ആ ഒരു 2 വീഡിയോ നിർബന്ധമായിട്ടും കാണാം. കാരണം കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനെ പോലെ തന്നെ കോമേഴ്സ് സ്റ്റുഡൻസിനെ പോലെ തന്നെ ഏത് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണാം. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കൊടുത്തിരുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയും ചെയ്യുക.